ആദ്യമായിട്ടാണ് ഗെയിമർ വരുന്നത്. ഗെയിമർ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കാണിക്കും. എന്നെ സംബന്ധിച്ച് ഞാനാകെ മാരിയോ തുടങ്ങിയ ഗെയിമുകൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ. പിന്നെ ചെറിയ ചെറിയ കാർ റേസുകൾ. അതിൻ്റെയൊക്കെ ലോകം മാറി, അതിൻ്റെ സാധ്യതകൾ മാറി. അതിന്ന് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ വലിയ സാമ്പത്തികമായി കൊടുക്കുന്ന വലിയ തൊഴിലാണ്. നമുക്കിന്നൊരു ഗെയിമറുണ്ട്. ഈഗിൾ എന്നാണ് അറിയപ്പെടുന്നത്. ദിലിൻ ദിനേഷ്, സ്വാഗതം. ഹലോ. എന്താണ് ഈഗിൾ? ഈഗിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഗെയിമിംഗ് സ്ട്രീമിംഗ് ഒക്കെ കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. എല്ലാവർക്കും ഈ നമ്മുടെ യഥാർത്ഥ പേരിനേക്കാളും വേറൊരു ഐഡൻറ്റിറ്റി ഉണ്ട് അവിടെ. ഇപ്പം നമ്മളിപ്പോൾ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് ചാനൽ തുടങ്ങുമ്പോൾ പെട്ടെന്ന് പോയിട്ട് നമ്മുടെ യഥാർത്ഥ പേരിടുന്നത് ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് വളരെ ചുരുക്കം പേർക്കേ ഉള്ളൂ അങ്ങനെ. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ പേരൊക്കെ മോഡിഫൈ ചെയ്യാന്ന് പറയില്ലേ, അതുപോലെ ഒരു റിപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നമ്മുടേതായിട്ടുള്ള ഒരു പേരിടും ഓരോ ചാനൽസിന്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗെയിമിംഗ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ട്. പണ്ട് എഴുത്തുകാർക്ക് ഉറൂബ്, അതെ, അങ്ങനെയൊക്കെ കൊടുക്കുന്നത് പോലെ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇട്ട ഒരു പേരാണ്. അത് കുറച്ച് സിംപ്ലിഫൈഡ് ആയിരിക്കണം, ആൾക്കാർ ഓർത്തിരിക്കണം എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഒരു പേര് എല്ലാവരും സെലക്ട് ചെയ്യണത്. അപ്പം ഞാൻ ഈഗിൾ എന്നുള്ള പേര് അങ്ങനെ ഇട്ടതിന് അങ്ങനെ പ്രത്യേകിച്ച് വലിയ റീസൺ ഒന്നുമില്ല. ഞാൻ ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഗെയിം കളിക്കുമായിരുന്നു. അപ്പം അവരെല്ലാവരും കൂടെ നമ്മളിതിന് കസ്റ്റം റൂംസ് ഉണ്ടാക്കി കളിക്കുമായിരുന്നു, ഒരു PC ഗെയിം റെയിൻബോ സിക്സ് സീജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും കൂടെ കളിക്കുന്ന സമയത്ത് എല്ലാവരും മദ്യത്തിൻ്റെ പേര് ഇങ്ങനെ പേരാക്കി ഓരോരുത്തർ കസ്റ്റം റൂമിൽ. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഏകമൈസർ, ബെക്കാഡി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നൊക്കെ ഇട്ടപ്പം ഞാനപ്പോൾ വെറുതെ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഒരു വേൾഡിലെ ഏറ്റവും വില കൂടിയ മദ്യത്തിൽ ഏതാണുള്ളതെന്ന് ഇങ്ങനെ വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ഇങ്ങനെ ഈഗിൾ എന്ന് പറഞ്ഞ റിലേറ്റഡ് ആയിട്ടുള്ളൊരു പേരുണ്ടായിരുന്നു. ഈഗിൾ എന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി എന്തോ ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പം ഞാൻ അതങ്ങ് ഇട്ടു. അപ്പോൾ കളിച്ച് തുടങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങളിങ്ങനെ നമ്മൾ പെട്ടെന്ന് കളിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ നമ്മുടെ പേരായിരിക്കുമല്ലോ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവർ പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ അടുത്ത് കോൾസ് ഒക്കെ പറഞ്ഞ് ഈഗിളെ അവിടെ ഉണ്ട്, ഈഗിളെ ഇവിടെ ഉണ്ട്, ഇങ്ങനെ ആയിരിക്കും പറയുന്നത്. അങ്ങനെ അത് വിളിച്ച് ഈഗിൾ എന്നായി. പിന്നെ അങ്ങനെ ചാനൽ തുടങ്ങിയപ്പോഴത്തേക്കിന് ഞാൻ ഈഗിൾ ഗെയിമിംഗ് എന്നുള്ള ഗെയിമിംഗ് ആണല്ലോ നമ്മുടെ സെക്ഷൻ. അപ്പം ഈഗിൾ പ്ലസ് ഗെയിമിംഗ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഇട്ടങ്ങ് തുടങ്ങി. നമ്മുടെ ജനറേഷൻ ആയിരുന്നു ഓൾഡ് മംഗ് എന്തോ ജവാൻ. അതെ. അതിനപ്പുറത്തേക്കുള്ള പേര് ഇപ്പോഴും. അതെ. ഈഗിൾ എന്ന് പറയുന്ന മദ്യം ഉണ്ടല്ലേ? അങ്ങനെ ഒരു മദ്യമുണ്ട്. ഏത് കാലഘട്ടത്തിലാണ് ഈ ഗെയിമിംഗ് പരിപാടിയിലേക്ക് വന്നത്? ഞാനിപ്പം ഗെയിമിങ്ങിലേക്ക് കറക്റ്റ്, അതായത് ഞാനൊരു സ്ട്രീമർ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിലോട്ട് വന്നിട്ടിപ്പോൾ ഒരു 5 വർഷം 6 വർഷം. പക്ഷെ ഒരു 8 വർഷമായിട്ട് ഞാൻ ഗെയിംസ് ഒക്കെ കളിക്കുന്നുണ്ട്. അതിന് മുമ്പ് അങ്ങനെ ഗെയിംസ് കളിക്കുന്നില്ലായിരുന്നു. ഞാനൊരു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ആണ് എനിക്ക് ആദ്യമായിട്ട് ലാപ്ടോപ്പ് പഠിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് മേടിച്ചായിരുന്നു. ഞാൻ ഗ്രാഫിക് ഡിസൈനിങ്ങാണ് പഠിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഇത് വേണമായിരുന്നു, സിസ്റ്റം വേണമായിരുന്നു. അപ്പോൾ ആ സമയത്ത് 1 ലക്ഷം രൂപയുടെ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ലാപ്ടോപ്പ് മേടിച്ച് തന്നപ്പോഴത്തേക്കിന് എനിക്ക് അങ്ങനെ ഗെയിമിങ്ങിലേക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ നമ്മൾ ഇപ്പം ബാംഗ്ലൂർ പോലെ ഒരു സ്ഥലത്ത് പോയി ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പം ഞങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം ക്ലാസ് രാവിലെ തൊട്ട് ഉച്ച വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഉച്ച കഴിഞ്ഞ് എല്ലാവരും റൂമിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും അവരുടേതായിട്ടുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് സോൺ എന്നുള്ള രീതിയിൽ എല്ലാവരും ഇങ്ങനെ ഗെയിംസ് ഒക്കെ കളിക്കുന്നതാണ്. അപ്പം ഞാനും പയ്യെ അതിലോട്ട് അഡാപ്റ്റീവായി. PUBG ആണോ ആ സമയത്ത് ഉണ്ടായിരുന്നത്? അല്ല, ആ സമയത്ത് ഞാനൊരു PC ഗെയിമാണ് കളിച്ചുകൊണ്ടിരുന്നത്, റെയിൻബോ സിക്സ് സീജ്. PUBG ആണെന്ന് എൻ്റെ ബേസ്. ഞാൻ അവിടെ നിന്നാണ് ഇന്ന് ഈഗിൾ ഗെയിമിംഗ് എന്നുള്ളൊരു പേര് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ആ PUBG കൂടെയാണ്. 90s ലാസ്റ്റ് ആയിരിക്കുമല്ലോ ജനിച്ചത്? 97. നമ്മളൊക്കെ 90s തൊട്ട് മുമ്പ് ജനിച്ചാണ്. അപ്പം ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റം 2024 ഗെയിമുകളിലൂടെ എങ്ങനെ പറയാൻ പറ്റും? ഇതൊരു ഗെയിം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കുട്ടിക്കളി എന്നുള്ള രീതിയിലാണ് എല്ലാവരും കൺസിഡർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് അതിലൊരു വലിയൊരു കരിയർ അല്ലെങ്കിൽ അതൊരു പ്രൊഫഷനായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു കാര്യമായി മാറി ഈ ഒരു ഞാൻ പറയാം ഒരു 3-4 വർഷം മുമ്പ്, കൊറോണയ്ക്ക് ശേഷം അതൊരു അങ്ങനത്തെ ഒരു ഫേസിലോട്ട് മാറിക്കഴിഞ്ഞു. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ലാസ്റ്റ് ഇയർ അംബാനിയുടെ ഒരു ഇതിൽ പുള്ളി പറയുന്നുണ്ടായിരുന്നു അടുത്ത 5 വർഷം കഴിയുമ്പോഴത്തേക്കിന് സിനിമയെക്കാളും വലിയ ഇൻഡസ്ട്രി ഗെയിമിംഗ് ആയിരിക്കും എന്ന്. അത് പറയാനൊരു ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഇപ്പം തന്നെ 2024 നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ ഇടയ്ക്ക് ബ്ലാക്ക് മിത്ത് ഹൂക്കോങ് എന്ന് പറഞ്ഞൊരു ഗെയിം ഇറങ്ങി. ഈ ബ്ലാക്ക് മിത്ത് ഹൂക്കോങ് എന്ന് പറയുന്ന ഗെയിം ആക്ച്വലി ഏകദേശം 600 കോടി രൂപയായിരുന്നു അതിൻ്റെ മേക്കിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. 600 കോടിക്കാണ് ആ ഗെയിം ഉണ്ടാക്കിയത്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ ഒരു സെയിം എമൗണ്ടിൽ നമ്മളിപ്പോൾ ഒരു ഫിലിം ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചോ,
ആ ഫിലിം ഓടി അത് ഈ ഒരു 600 CR ക്രോസ് ചെയ്ത് അതിലും അതിനകത്തുള്ള പ്രോഫിറ്റിലേക്ക് പോകാൻ ഒരു ഇത്ര ദിവസം വേണ്ടി വരും. മിനിമം ഒരു 1 വീക്ക് അല്ലെങ്കിൽ ആ ഒരു ടൈമൊക്കെ 2 മാസം വേണ്ടി വരും ആ ഒരു ലെവലിലേക്ക് ഓടി. അപ്പോൾ ഒരു വേൾഡ് വൈഡ് പടമാണെങ്കിൽ തന്നെ ആ ഒരു ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം ഡിലേ ഉണ്ടാവും. ഈ ബ്ലാക്ക് മീ തൂക്കോങ് എന്ന് പറയുന്ന ഗെയിം ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം 2 ദിവസത്തിൽ വിറ്റുപോയത് 1 കോടി കോപ്പിയാണ്. ഈ 2 ദിവസത്തിൽ 1 കോടി കോപ്പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് പ്രൈസ് 3500 റുപ്പീസാണ്, ഇന്ത്യൻ റുപ്പീസ്. ഓരോ രാജ്യത്തും ഓരോ ഇതായിരിക്കും. 1 crore വിറ്റുപോയി. 1 കോടി കോപ്പി വിറ്റുപോയി എന്ന് പറയുമ്പോൾ 3000 രൂപയ്ക്ക് ആവറേജ് 3500 രൂപയാണ് ഗെയിമിന്. അപ്പം ഈ 1 കോടി കോപ്പിക്ക് ആവറേജ് ഒരു 3000 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ 3000 കോടി കടന്നു. ആൻഡ് ആ ഒരു ഗെയിം 600 കോടിക്ക് ഉണ്ടാക്കിയ ഗെയിം വിത്തിൻ 48 hours അതിൻ്റെ ഇരട്ടിയുടെ പ്രോഫിറ്റാണ് അവർക്ക് കിട്ടിയത്. അത് 2 ദിവസത്തെ കണക്കായിരുന്നു. ഇപ്പം നോക്കിയാൽ അത് 2 കോടിയോ 3 കോടിയോ കോപ്പീസ് വിറ്റിട്ടുണ്ടാവും. ഇത് സ്റ്റോറി പോലെയല്ലേ, ഇപ്പം നേരത്തെ പറയില്ലേ സിനിമ പോലെയല്ലേ? അതെ. അപ്പോൾ ഇത് ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ ഒരു എൻഡ് ഉണ്ടല്ലോ, അത് എത്ര നാളുകൊണ്ടായിരിക്കും ഒരാൾ കളിച്ച് തീർക്കാൻ പറ്റുക? അത് അയാളുടെ കഴിവ് പോലെ ഇരിക്കും. വ്യൂവിംഗ് ടൈം എത്രയായിരിക്കും? പലതരത്തിലുള്ള ഗെയിംസ് ഉണ്ട്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു സ്റ്റോറി മോഡ് ഗെയിം എടുക്കുകയാണെങ്കിൽ അവർക്ക് അതിനൊരു പ്ലേ ടൈം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു മിനിമം അല്ലെങ്കിൽ മാക്സിമം ടൈം, ഇത്ര ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ഇത് തീർക്കാം എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മൾ അതിനകത്ത് മുടക്കുന്ന സമയം അനുസരിച്ചാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു സ്ട്രീമറാണ്, അപ്പോൾ എനിക്ക് ഓഡിയൻസിന് മുമ്പിൽ ഈ ഗെയിം എങ്ങനെയായിരിക്കണം എന്ന് എത്രയും പെട്ടെന്ന് അവരെ ഫ്രം ദ സ്റ്റാർട്ട് ടു എൻഡ് പ്രസൻറ്റ് ചെയ്ത് തീർക്കുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ എൻ്റെ കോണ്ടന്റ് അതാണ്. അപ്പം ഞാനത് അതിനുവേണ്ടി ടൈം കണ്ടെത്തിയിരുന്നേ പറ്റത്തുള്ളൂ. പക്ഷേ കാഷ്വലായിട്ട് കളിക്കുന്ന ഒരാൾ, ഇപ്പോൾ ചേട്ടൻ്റെ ജോലി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നു, സമയം പോക്കിന് വേണ്ടി കളിക്കുന്നുണ്ടെങ്കിൽ ഈ ഗെയിം വളരെ പയ്യെ കളിച്ച് തീർക്കാം. ഇപ്പം എനിക്കിത് ചെയ്ത് തീർത്തേ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട്. കാരണം ഇത് എങ്ങനെയായിരിക്കണമെന്ന് ആൾക്കാരിലേക്ക് എനിക്ക് എത്തിക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ളവർ കളിച്ച് തീർക്കുന്നതിന് മുമ്പ് നമുക്ക് കളിച്ച് തീർക്കണം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കോണ്ടന്റ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു കുറച്ച് ടൈം അധികം ഇൻവെസ്റ്റ് ചെയ്ത് ഇത് കളിച്ച് തീർക്കും. അല്ലാത്തവർക്ക് ഭയങ്കര കാഷ്വലായിട്ട് ഈ പറയണതുപോലെ ടൈം എടുത്ത് പയ്യെ കളിച്ച് തീർക്കാം. മോസ്റ്റ് ഓഫ് ദ ഇറങ്ങുന്ന സ്റ്റോറി മോഡ് ഗെയിമുകളൊക്കെ നമുക്കൊരു ടാസ്ക് തരുമല്ലോ, ആ ടാസ്കിൻ്റെ ഇടയ്ക്ക് വെച്ച് എവിടെയെങ്കിലും നമുക്ക് ഈ പറയണതുപോലെ മരിക്കുമല്ലോ ആണെങ്കിൽ മാത്രമേ ആ ടാസ്ക് മാത്രം ഒന്നും കൂടെ കളിക്കേണ്ടി വരും. അല്ലാതെ ഫ്രം ദ ബിഗിനിങ് ഗെയിം കളിക്കേണ്ടി വരുമില്ല. മൾട്ടിപ്പിൾ ടാസ്കുകൾ ചേർന്നായിരിക്കും ഒരു സ്റ്റോറി മോഡ് ഗെയിംസ് എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് അത് കളിക്കേണ്ട, ടാസ്ക് മാത്രം കളിച്ചാൽ മതി. അപ്പോൾ ഈ ക്രിയേറ്റീവായ എഴുതുന്ന ആളുകൾക്ക് ഇതിലേക്ക് സാധ്യതകൾ ഉണ്ടെന്നാണ് അർത്ഥം. അല്ല, ഇപ്പം കുറേ ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഗെയിം കളിക്കുക എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു ഗെയിം ഉണ്ടാക്കുകയാണെങ്കിൽ അതിലൊരു ക്യാരക്ടർ ഉണ്ടാവും. ആ ക്യാരക്ടറിനെ സ്കെച്ച് ചെയ്യുന്നിടം തൊട്ട് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ബേസിക് ഈ ഗെയിം ഐഡിയ കൊണ്ടുവരുന്ന ആളുടെ ബ്രെയിനിൽ നിന്ന് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ആവണം. അപ്പോൾ ഇങ്ങനൊരു ഐഡിയ ഉണ്ട്, നമുക്കിത് എക്സിക്യൂട്ട് ചെയ്തെടുക്കാം എന്ന് പറയുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി അവിടെ കുറേ ആർട്ടിസ്റ്റുകളെ വേണം. ക്യാരക്ടർ ഡിസൈന്, ക്യാരക്ടർ സ്കെച്ച്, അത് പിന്നീട് എങ്ങനെ അതിനെ ലൈക്ക് 3Dയിലേക്ക് കൊണ്ടുവരാം, പിന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ VFX, ഗ്രാഫിക്സ്, അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒരു ഗെയിമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കത് തുടക്കം തൊട്ട് പറയാവുന്ന കുറച്ച് ഓപ്പർച്യൂണിറ്റീസാണ്. അവിടെ നിന്ന് ഇത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺസ് ആ ഗെയിം കംപ്ലീറ്റ് ആവുന്നതും വരെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓഡിയോ ആയിക്കോട്ടെ, ഡബ്ബിങ്, VFX, SFX, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതിലെല്ലാം ഈ പറയണത് പോലെ പ്രൊഫഷണൽ ഓഡിയോ വീഡിയോ ആൾക്കാരുടെ ഹെൽപ്പ് വേണ്ടുന്ന ഒരു സാധനമാണ്. സിനിമയുടെ തന്നെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ. അതെ. പ്രോപ്പർ ഒരു സിനിമ ഉണ്ടാക്കുന്ന എക്സ്പെൻസും പ്രോപ്പർ ഒരു സിനിമ ഉണ്ടാക്കുന്ന പ്രൊസീജിയറുമാണ് അതിന്റെ പുറത്ത്. ഷൂട്ടില്ലാന്ന് മാത്രമേ. ഷൂട്ടിന് പകരം അവർക്ക് കംപ്ലീറ്റ്ലി ഒരു ഗ്രാഫിക്സ് അല്ലെങ്കിൽ VFX എന്ന് പറയണം. വൺസ് ഇത് തീർന്നു കഴിഞ്ഞാൽ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വീണ്ടും അവിടെ ഓപ്പൺ ആവുകയാണ്, ഗെയിം ബേറ്റ ടെസ്റ്റർ അല്ലെങ്കിൽ ഗെയിം ടെസ്റ്റർ. അതായത് നമ്മൾക്ക് ഒരു കമ്പ്യൂട്ടറും തന്നു ഒരു ഗെയിം, നമ്മൾ റിലീസ് ആവാത്ത ഒരു ഗെയിം നമ്മുടെ ഏൽപ്പിക്കും. നമ്മൾ ഇത്ര മണിക്കൂർ ഇരുന്ന് കളിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ബഗ്ഗുകൾ അതിനകത്ത് ഫീൽ ചെയ്യുന്നു, ആസ് എ ഒരു ഗെയിമർ നിങ്ങൾക്ക് എന്തൊക്കെ ഇത് ചെയ്യുന്നു, എന്തൊക്കെ ഈ പറയണത് പോലെ എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് തോന്നുന്നു എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മന്ത്ലി 60,000 തൊട്ട് 1,00,000 രൂപ വരെ സാലറി ഉണ്ട് ഇന്ത്യയിൽ. നമ്മുടെ നാട്ടിൽ ബാംഗ്ലൂർ ഈ പറയണതുപോലെ 30,000, 25,000, 40,000 രൂപയൊക്കെ സാലറിക്ക് ഗെയിം ടെസ്റ്റേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എനിക്കുണ്ട്. അത് വൺസ് ഈ ഗെയിം റിലീസ് ആവുന്നതിന് മുമ്പ്. വൺസ് ഈ ഗെയിം റിലീസ് ആയതിനു ശേഷം അടുത്ത ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഈ ഗെയിംസ് നമുക്ക് ആൾക്കാരിലേക്ക് ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ സ്ട്രീം ചെയ്ത് പ്രസൻറ്റ് ചെയ്യാം. പിന്നെ ഈ ഗെയിം ഉണ്ടാക്കിയവർക്ക്, ഇതിന് ഡെവലപ്പേഴ്സിന് അതിൽ ജോലിയുണ്ടോ? നമ്മൾ വെറുതെ ഒരു ഫയൽ ഉണ്ടാക്കി വിടുകയല്ല ചെയ്യുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള അപ്ഡേഷൻ എന്ത് വേണമെങ്കിലും ഏത് സമയത്തും കൊണ്ടുവരാം. ഇപ്പം നമ്മളിപ്പോൾ കളിക്കുന്നിടത്ത് എന്തെങ്കിലും ഒരു ബഗ് ഉണ്ടെങ്കിലോ ആ ബഗ്ഗെല്ലാം ഫിക്സ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും എല്ലാം അവർക്ക് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതി കാണിക്കും, നിങ്ങൾക്കൊരു അപ്ഡേറ്റ് ഉണ്ട്, ഈ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഗെയിം ഓപ്പൺ ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും അതിനകത്ത് പുതിയ ഫീച്ചേഴ്സ് വരും, പുതിയ സ്ഥലങ്ങൾ വരും, പുതിയ കാര്യങ്ങൾ വരും. ഇപ്പോൾ BGMA അല്ലെങ്കിൽ PUBG ഇതുപോലത്തെ ഗെയിമുകളിലൊക്കെ
ഓരോ 3 മാസം കൂടുമ്പോഴും പുതിയ പുതിയ ഇവൻറ്റുകളും പുതിയ പുതിയ കാര്യങ്ങളും കൊണ്ടുവരും.